ഹലോ ഗൈസ്, ഇന്നൊരു പുളിങ്കറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ഇതിൻ്റെ റെസിപ്പി ഒന്നും എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല, എന്നാലും ഞാൻ ഉണ്ടാക്കിയ രീതി എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം കുറച്ച് പുളി എടുത്തിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കുതിർത്ത് വെക്കുക. അതിന് ശേഷം അതെന്ത് ചെയ്യുക, നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നല്ല പോലെ പിഴുതെടുത്ത ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, കാരണം അത് നല്ല പോലെ തിളയ്ക്കാനുള്ളതാണ്. അതിന് ശേഷം എന്ത് ചെയ്യുക, ഇഞ്ചിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇടാം. പിന്നെ നല്ലോണം സ്റ്റൗ കത്തിച്ചിട്ട് നല്ല ഫുൾ തീയിൽ തന്നെ സ്റ്റൗ കത്തിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ച ശേഷം നല്ല പോലെ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. നല്ല പോലെ തിളച്ച ശേഷം നമ്മളൊരു 3 ശർക്കര, ഞാൻ 3 ശർക്കര ഇട്ടെടുത്ത്, നമുക്ക് ആവശ്യത്തിന് എത്ര മധുരം വേണോ അതിനനുസരിച്ച്, പുളിങ്കറിയല്ലേ അപ്പോൾ കുറച്ച് പുളിയും വേണ്ട, അപ്പോൾ ആവശ്യത്തിന് ശർക്കര ഇട്ടെടുത്ത ശേഷം പിന്നെ നമ്മൾ ഒരു കയ്യിൽ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, ആ നല്ല പോലെ തിളച്ച് നല്ല കുറുകി വരണം. അങ്ങനെ കുറുകി വന്ന ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം വറ്റൽമുളകും കടുകും കൂടെ പൊട്ടിച്ചിടുക. ഒരു കാര്യം മറന്ന്, നമ്മുടെ ഉലുവയും കടുകും കൂടെ പൊടിച്ചിടണേ. ലാസ്റ്റ് ഉലുവയും കടുകും കൂടെ പൊടിച്ചിടണം, അപ്പോഴാണ് ഈ റെസിപ്പി കംപ്ലീറ്റ് ആവും. ഇനി ഇത് തണിഞ്ഞ ശേഷം ഫ്രിഡ്ജിലും കൂടെ എടുത്ത് വെച്ച് കഴിക്കാൻ അടിപൊളിയായിരിക്കും.